നമ്മളപ്പം ലേബിൾ കണ്ടല്ലേ. ഇനി അടുത്തതായിട്ട് നോക്കുന്നത് ബട്ടൺ. ബട്ടണെ കുറിച്ച് എങ്ങനെ ഒരു ബട്ടൺ നമുക്ക് സെറ്റ് ചെയ്യാം. ലേബൽ അവിടെ കിടന്നോട്ടെ. ഇനി നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബട്ടൺ ഡോട്ട് വിളിക്കാം. ഞാനൊരു വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്യാണ്. ഇഷ്ടമുള്ള ഒരു വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ബട്ടന്റെ ബി ക്യാപിറ്റൽ ആണ് കീവേഡ് വരുമ്പം. എന്നിട്ട് ആദ്യം എന്ത് പാസ് ചെയ്യണം? റൂട്ട് പാസ് ചെയ്യുക, കോമ ടെക്സ്റ്റ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്താണോ അവിടെ വരേണ്ട, ബട്ടണകത്ത് വരേണ്ട നെയിം അതാണ് കൊടുക്കേണ്ടത്. ഞാൻ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ലോഗിൻ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ലോഗിൻ. എന്നിട്ട് എന്ത് ചെയ്യണം? പാക്ക് ചെയ്യണം അല്ലേ? അല്ലെങ്കിൽ കിട്ടുമോ? ഇല്ല. പാക്ക് റൺ ചെയ്യുന്നു. കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ലോഗിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ വന്നിരിക്കുന്നത് അല്ലേ? ഇനി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളറോ ഫോർഗ്രൗണ്ട് കളറോ എന്ത് വേണേലും കൊടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ലൈക്ക് FG, FG is a foreground color represent ചെയ്യുന്ന FG. നിങ്ങൾക്ക് എന്തും കൊടുക്കാം. അവിടെ ഞാൻ റെഡ് കൊടുക്കും. എന്നിട്ട് നോക്കാം എന്ത് മാറ്റാണ് അവിടെ വന്നെന്നുള്ളത്. കണ്ടോ? ലോഗിന് റെഡ് കളർ വന്നു, ലെറ്റർ. ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾക്ക് ഒരു കളർ കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം. BG ബാക്ക്ഗ്രൗണ്ട് കളർ. BG നിങ്ങൾക്ക് ഒരു വൈറ്റ് എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. വൈറ്റ് അതിനെ എടുത്തിട്ടില്ല തോന്നുന്നു. ഓക്കെ, വേറെ നോക്കാം. കണ്ടോ? ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. കണ്ടോ? ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആയിട്ട് FG ഫോർഗ്രൗണ്ട് കളർ റെഡ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ നമുക്ക് കളർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ബട്ടൺ സെറ്റ് ചെയ്യുന്ന മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു ബട്ടൺ നമുക്ക് വേണേ ഫ്രെയിമിനകത്താക്കാൻ പറ്റും, ഒരു ഫ്രെയിമിനകത്ത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ എന്ത് ചെയ്യണം? ഒരു ഫ്രെയിം സെറ്റ് ചെയ്യണം ആദ്യമേ. അപ്പൊ റൂട്ടല്ല നമ്മൾ പാസ് ചെയ്യുന്നത്, ഫ്രെയിം ആണ്. ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ ഫ്രെയിം 1 ഈക്വൽ ടു ഫ്രെയിമിനകത്തോട്ട് എന്ത് ചെയ്യണം? നമ്മൾ റൂട്ടിനെ പാസ് ചെയ്യണം. എന്നിട്ടോ ഫ്രെയിമിനെ നമ്മൾ എന്ത് ചെയ്യണം? പാക്ക് ചെയ്യണം അല്ലേ? ഫ്രെയിം 1 ഡോട്ട് പാക്ക് ചെയ്തു. ഇനി എന്താ വേണ്ടത്? ഈ ഫ്രെയിം 1നെ ഈ റൂട്ടിന് പകരം പാസ് ചെയ്യുക. ഓക്കെ, ഫ്രെയിം 1. ഇത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഫ്രെയിമിനകത്ത് അത് വരണമെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ ഇവിടെ ഫ്രെയിം ഒന്നും കാണാൻ പറ്റില്ല, ബട്ട് ഇത് ഫ്രെയിമിനകത്താണ് ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ? അപ്പൊ ലേബലും ബട്ടണും ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ലേബലും ബട്ടണും ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ എനിക്കൊരു, നിങ്ങൾ കണ്ടല്ലോ ഇവിടെ എന്താണ് ലേബൽ എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ എനിക്കൊരു യൂസർ നെയിം, അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ പേര്, ഹലോ നിങ്ങളുടെ പേര്, പിന്നെ താഴെ ഒരു ഓക്കെ എന്ന് പറഞ്ഞൊരു ബട്ടൺ. ഹലോ ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറഞ്ഞൊരു യൂസർ ആണ്. ഹലോ എക്സ്, താഴെ ഒരു ബട്ടൺ, ഓക്കെ. ഇത് ടാസ്ക്. ഓക്കെ, അപ്പൊ ഇത് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഫൈൻ.